കേരളയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരുപാട് തരത്തിലുള്ള കേസുകൾ സാധാരണക്കാർക്കെതിരെ സർക്കാർ എടുത്തു. അതായത് സർക്കാർ പൊതുമുതൽ നശിപ്പിച്ചു. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു. കേരളയിൽ ക്യാൻസൽ ചെയ്തു. അതിൻ്റെ വിജ്ഞാപനം റദ്ദ് ചെയ്തു. ഒക്കെ ചെയ്തിട്ടും ഇപ്പോൾ ലാസ്റ്റ് മന്ത്രിസഭയിലാണ് പറഞ്ഞെന്ന് തോന്നുന്നു കേരളയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇല്ലായ്മപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞൊരു ക്ലോസ് ഉണ്ട് അതിനകത്ത്, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ആ പദ്ധതി തന്നെ ഇല്ലാണ്ടായി. പക്ഷേ ക്രിമിനൽ കേസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ചെറുപ്പക്കാർ പിള്ളേരാണല്ലോ, അവർ യുവത്വം 23-24 വയസ്സിൽ നേതാക്കന്മാരെ പ്രീതിപ്പെടുത്താനും അല്ലെങ്കിൽ അഗ്രസീവാണ്, അവരെ തടയാനൊന്നും പറ്റില്ല. അതിപ്പോൾ അവരെ പ്രകോപിപ്പിക്കുമ്പോൾ, അവരെ പ്രൊവോക്ക് ചെയ്തിലോട്ട് വിടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 10-15 വർഷം കഴിഞ്ഞ് അവർ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനകത്ത് പ്രശ്നമില്ല. ഇത് പൊതുമുതൽ നശിപ്പിക്കുന്ന കേസുകളൊക്കെ ആണെങ്കിൽ അതങ്ങോട്ട് എന്ന് വിഡ്രോ ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. കോടതികളൊക്കെ അതിനകത്ത് വളരെ സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ്. പ്രോസിക്യൂഷൻ ഇനി ഈ കേസ് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും കോടതികൾ അത് ചെയ്യത്തില്ല. നമുക്കറിയാം നിയമസഭ തല്ലിപ്പൊളിച്ച കേസിനകത്ത് കേരളത്തിലെ നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. അതായത് ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ കല്ലെടുത്ത് ഒരു ബസ്സിലൊന്ന് എറിഞ്ഞാൽ അവൻ എത്ര ദിവസം അകത്ത് കിടക്കും? പക്ഷേ നിയമസഭ ലൈവായിട്ട് തല്ലിപ്പൊളിക്കുന്നു. ആ കമ്പ്യൂട്ടറൊക്കെ എടുത്ത് വലിച്ചു പറിച്ച് എറിയുകയാണ്. ആ കേസിനകത്ത് സർക്കാർ എടുത്ത നയം എന്താണ്? ഇതിനകത്ത് ഇങ്ങനൊരു അക്രമം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കേസ് പിൻവലിക്കണമെന്ന് കോടതിയിൽ കേസെടുത്ത സർക്കാർ തന്നെ പറഞ്ഞു. കോടതിയിൽ കേസെടുത്തു MLA മാർക്കെതിരെ. എന്നിട്ട് അതേ പ്രതികൾക്ക് വേണ്ടി സർക്കാർ പോയി കോടതി പറയാണ് ഇതൊക്കെ വിഷയമുള്ള കാര്യമല്ല, ഇതിനകത്ത് പ്രശ്നമില്ല. കോടതി പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പൊതുമുതൽ നശിപ്പിച്ചാണ്. സാധാരണക്കാരനും സുപ്രീം കോടതി വരെ ആ വിഷയത്തിൽ നിരീക്ഷിച്ചു. സാധാരണക്കാരനും MLAക്കൊക്കെ ഒരേ റൈറ്റേ ഇവിടെ ഉള്ളൂ. സാധാരണക്കാരൻ അനുഭവിക്കുന്ന എല്ലാ നിയമത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയക്കാരായതുകൊണ്ട് അവർക്ക് ആ കേസ് പ്രശ്നമില്ല. കാരണം ജീവിതകാലം മൊത്തവും അവർക്ക് പൊളിറ്റിക്സും അല്ലെങ്കിൽ രാഷ്ട്രീയവുമായിട്ട് നടക്കുന്നതായതുകൊണ്ട് അവർ കേസൊന്നും 10, 20, 30, 40 കേസുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടെ ദിനചര്യയുടെ ഭാഗമാണിത്. പക്ഷേ ഇപ്പം നമ്മളീ കാണുന്ന തിരുവനന്തപുരത്ത് കാണുന്ന അതിക്രമത്തിൽ അവിടെ അതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല. പക്ഷേ പഠിക്കാനായിട്ട് ചെന്ന് നിൽക്കുന്നവർക്ക് ഇതിൽ പ്രതികളായി കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിയുടെ തിണ്ണ നിരങ്ങി വിദേശ രാജ്യത്ത് പോകാൻ പറ്റത്തില്ല. പോകുമ്പോൾ കോടതിയുടെ അനുമതി വേണം, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, കേസുകൾ തീരത്തില്ല, ട്രയലാകുമ്പോൾ വരണം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുമോ? ഇപ്പോൾ 6-7 പ്രതികൾ ചേർന്നായിരിക്കും ഒരു കേസിൽ പ്രതികളാകുന്നത്, അല്ലേ? ഒരു സംഘം ചേർന്ന് ആക്രമിച്ചു എന്നൊക്കെ ആയിരിക്കും കേസ് വരിക. അപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു 5-10 കൊല്ലം കഴിയുമ്പോൾ ഇവർ പല സ്ഥലങ്ങളിലോട്ടൊക്കെ അങ്ങ് പോവും. ചിലപ്പോൾ ഒരാൾ പാലക്കാട് പോവും, ഒരാൾ കോഴിക്കോട് പോവും, ഒരാൾ മറ്റൊരു സ്ഥലത്ത്. ഇതിൽ കേസിൻ്റെ വിചാരണ തുടങ്ങുന്നത് ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞ്. ഇവർ പല സ്ഥലത്തായിരിക്കും. ഇതിലെല്ലാവരും ഒന്നും വരത്തില്ല എല്ലാ സമയത്തും. ഇവരെ ഒരുമിച്ച് കിട്ടത്തില്ല. അപ്പോൾ ട്രയൽ നടക്കത്തില്ല. നീണ്ടു പോവും, വർഷങ്ങളായിട്ട് കിടക്കും. കാരണം ഒരാളാണെ ചെന്ന് തീർക്കാം. ഇത് പലരും വരത്തില്ല. ചിലർ ഏതെങ്കിലും തരത്തിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ഗൾഫിൽ പോവും. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു നീണ്ട ലോയുടെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാറും. അന്നേരം സത്യത്തിൽ മനസ്സിൽ പറയും പുല്ല് വേണ്ടായിരുന്നെന്ന്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തോളൂ, പ്രൊട്ടസ്റ്റിനകത്ത് നിയമപരമായ ഫൈറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റ് ഏത് ഭീകരാവസ്ഥയിൽ വേണം ചെയ്തോളൂ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്തിനു വേണ്ടി, എന്ത് കോസിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം കർഷക ഇതുമായി ബന്ധപ്പെട്ടൊരു കോസ്, ഒരു നിയമം പിൻവലിക്കണം. അല്ല, നിർഭയ കേസ് നമ്മൾ പറഞ്ഞ പോലെ ഒരു സാധനം, ഒരു പെൺകുട്ടികളുടെ സുരക്ഷ, അങ്ങനെ ഒരു വലിയ കോസിലാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു സന്തോഷം തോന്നും. ഞാൻ ഇന്ന കോസിന് വേണ്ടി ഒരു ഫൈറ്റ് ഞാൻ നടത്തി. കോളേജ് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്ത് കോസാണുള്ളത്? അതിനകത്ത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും എന്ത് കാര്യം? ഒന്നുമില്ല. അപ്പോൾ ഈ ഗോവ വിളി പ്രശ്നം മനസ്സിലാക്കുന്നവർ ഒരു 5 വർഷം കഴിയുമ്പോൾ, ഒരു 10 വർഷം കഴിയുമ്പോൾ എവിടെ പോയി നിൽക്കുമെന്നുള്ളത് ചിന്തിക്കണം. ഇനിയുള്ള 5 വർഷം ഇത്തരത്തിൽ സമരങ്ങളുടെ പരമ്പരയായിരിക്കും. ഇതിലൊക്കെ പ്രതികളാവുന്നത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ രാഷ്ട്രീയം തൊഴിലാക്കിയിട്ടുള്ളവരായിരിക്കത്തില്ല. ഇതിലൊക്കെ പഠിക്കാനും പഠിച്ച് രക്ഷപ്പെടാനും ഒക്കെ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളായിരിക്കും. അവർ മാത്രം ഈ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്.